എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഫ്രാൻസിലെ വലിയ ഒരു കത്തീഡ്രൽ ദേവാലയം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇത് ഫ്രാൻസിലെ റൂവാസ് സിറ്റിയിലുള്ള മാതാവിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയമാണ്. ഇത് നോത്തർ ദാം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സിറ്റിക്ക് അടുത്ത് തന്നെയാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വലിയ ദേവാലയമാണ്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നല്ല കാറ്റുണ്ട്. കാറ്റിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ദേവാലയത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ദേവാലയത്തിൻ്റെ സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്. കല്ലിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയമാണ്. ഇത് എങ്ങനെ വീഡിയോയിൽ പകർത്തണമെന്ന് എനിക്കറിയില്ല. കാരണം നല്ല പൊക്കത്തിലും അകലത്തിലുമാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ കവാടത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് 12 ശ്ലീഹന്മാരും അവരുടെ രൂപങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. 6 എണ്ണം ഒരു വശത്തും ഇനി മറ്റ് 6 എണ്ണം ഇനി ഒരു വശത്തുമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ദേവാലയത്തിൻ്റെ പരിസരവും അതിൻ്റെ പരിസരത്തുള്ള മനോഹരമായ കട്ടടങ്ങളുമാണ് ഈ കാണുന്നത്. നല്ല ശാന്തമായ ഏരിയയാണ്. അങ്ങനെ ഞങ്ങൾ ദേവാലയത്തിൻ്റെ പരിസരമെല്ലാം ചുറ്റി സഞ്ചരിച്ച് കണ്ടു. ഞങ്ങൾ ഈ വലിയ പള്ളിയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കുർബാനയ്ക്ക് സമയമായി. അങ്ങനെ പള്ളിയിലോട്ട് കയറുകയാണ്. അങ്ങനെ ഞങ്ങൾ ദേവാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. കുർബാനയ്ക്ക് വേണ്ടി അന്ന് ഞായറാഴ്ചയായിരുന്നു. കുർബാനയ്ക്ക് സമയമാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾ ദേവാലയത്തിനകം നടന്ന് കണ്ടു. വളരെ മനോഹരമായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് എന്താണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത് എന്ന് തന്നെ എനിക്കറിയില്ല. വലിയ വലിയ പില്ലറുകളാണ് ദേവാലയത്തിൻ്റെ അകത്ത് മൊത്തം. ഓരോ പില്ലറുകളും നല്ല അത് വലിയ സൈസിൽ തന്നെയാണ്. ഒരു 2 ആൾ കൈയെത്തിച്ച് പിടിച്ചാൽ എത്താത്തത്രയും വലിയ പില്ലറുകളാണ്. അങ്ങനത്തെ എത്രയോ പില്ലറുകൾ. ഞാൻ പല പ്രാവശ്യം ഈ പില്ലറുകൾ എണ്ണാൻ ശ്രമിച്ചു. പക്ഷേ എനിക്ക് വീണ്ടും വീണ്ടും തെറ്റി. കാരണം ഒരുപാട് പില്ലറുകളാണ് ഈ ദേവാലയത്തിൻ്റെ അകത്ത് ഉള്ളത്. ഇത് ദേവാലയത്തിൻ്റെ ഒരു പോർഷനാണ്. ഇതുപോലെ 3 പോർഷൻസ് ഉണ്ട്. അതുകൂടാതെ മുന്നോട്ട് അൾത്താരയുടെ 2 സൈഡിലുമായിട്ട് വീണ്ടും കുറേ ഏരിയകൾ ഉണ്ട്. അവിടെയും കുറേ പില്ലറുകളുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം പില്ലറുകളാണ് ഈ കാണുന്നത്. ഇത് ബാക്ക് സൈഡാണ്. നമ്മൾ കയറി ചെല്ലുന്ന സൈഡിൻ്റെ മുകൾ ഭാഗമാണ് കാണുന്നത്. അങ്ങനെ പള്ളിക്കകം ഞങ്ങൾ കുറച്ച് ഭാഗം കുർബാനയ്ക്ക് മുന്നേ കണ്ടു. കുർബാന തുടങ്ങി.
അങ്ങനെ കുർബാനയുടെ ഇടയ്ക്കിടയ്ക്കുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിൽ പകർത്തിയിട്ടുണ്ട്. കുർബാന ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ പിടിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ കുറച്ചൊക്കെ ഇടയ്ക്ക് പകർത്തിയിട്ടുണ്ട്. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് ജനങ്ങളെല്ലാം പുറത്തോട്ടിറങ്ങി. ഞങ്ങൾ വീണ്ടും ദേവാലയത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കൂടി കാണുന്നതിന് വേണ്ടി നീങ്ങുകയാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇത് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് എന്ന്. പക്ഷേ ഇത് പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. വേറെ വേറെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ദേവാലയത്തിൻ്റെ ആ നടുക്കത്തെ റോയിലുള്ള ഭാഗങ്ങൾ മാത്രമാണ് കുറച്ച് റിപ്പീറ്റ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ ഭാഗങ്ങളും വേറെ വേറെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാം വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ ഇടങ്ങളിലും ഇരിക്കുവാനായിട്ട് കസേരകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയെല്ലാം നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുർബാന കഴിഞ്ഞിട്ടും ആൾക്കാർ കുറച്ചൊക്കെ ഇരുന്ന് പ്രാർത്ഥനയിലാണ്. കുറച്ച് പേരൊക്കെ നടന്ന് കാണുന്നുമുണ്ട്. ദേവാലയത്തിൻ്റെ ഉൾഭാഗങ്ങളെല്ലാം നടന്ന് കാണുന്നവരും ഉണ്ട്.
ഇത് ഒരു സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് അൾത്താര. അൾത്താര എത്ര മനോഹരമായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എല്ലാവരും അവിടെ വരികയും ഫോട്ടോ എടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് അൾത്താരയുടെ വലതുഭാഗത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അവിടെയും ഇരിക്കുവാനായിട്ട് കസാരകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ വിശുദ്ധന്മാരുടെ രൂപങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അവിടേക്ക് കയറുവാനായിട്ട് അവസരമില്ല, പുറമേ നിന്ന് കാണുവാനാണ് അവസരം. അൾത്താരയുടെ ഇരുവശങ്ങളിലും ഇങ്ങനെ ഒരുപാട് വിശുദ്ധരുടെ രൂപങ്ങളും അങ്ങനെ ഇവിടെ ദേവാലയത്തിൽ പല വശങ്ങളിലായിട്ട് വിശുദ്ധരുടെ രൂപങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അവിടെ ജനങ്ങൾ വരികയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് സമയം ഞങ്ങൾ കുർബാനയിലും പള്ളിയിലും എല്ലാം ആയി പ്രാർത്ഥനയിലുമായിരുന്നു കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇത് അൾത്താരയുടെ ഇടത്ത് ഭാഗത്തുള്ള കാഴ്ചകളാണ്. അവിടെയും ആൾക്കാർ ഇരുന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ദേവാലയത്തിൽ നിന്നും പുറത്തോട്ടിറങ്ങി. അപ്പോൾ ഫ്രാൻസിൽ പഠിച്ചപ്പോൾ മക്കളുടെ പഠിപ്പിച്ച ഒരു ടീച്ചറെ കാണുവാനായിട്ട് ഇടയായി. അങ്ങനെ ടീച്ചറുമായിട്ട് കുറച്ച് സമയം സംസാരിച്ചു. അങ്ങനെ സന്തോഷത്തോടെ കുറച്ച് സമയം ചിലവഴിച്ചു. പപ്പയുടെയും മമ്മയുടെയും ടീച്ചറെ കണ്ടപ്പോൾ കുഞ്ഞിനും വളരെയധികം സന്തോഷം. അവളുടെ ഭാഷയിൽ കുറച്ച് സംസാരിക്കുകയും ചിരിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ ടീച്ചർക്കും വളരെ സന്തോഷമായി. ടീച്ചർ കുഞ്ഞിന് ഗിഫ്റ്റ് കൊടുക്കുകയും സന്തോഷമറിയിക്കുകയും എല്ലാം ചെയ്തു. അതുപോലെ തന്നെ ടീച്ചറിനും ഇവർ ഗിഫ്റ്റെല്ലാം കൊടുത്ത് അങ്ങനെ സന്തോഷപൂർവ്വം ഞങ്ങൾ ആ ദിവസം ചെലവഴിച്ചു. അങ്ങനെ ദേവാലയവും കാഴ്ചകളും എല്ലാം കണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. Last year he invited me because he was going to get married, but he invited me like on Monday for the week after. Yeah.